പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ ആലിഹി വസഹ്ബിഹി വമൻ വാലാ വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സാക്ഷാൽ അൽബിർ എന്ത്, ആര് എന്നുള്ളതാണ്. അതിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വഫിർ റിഖാബ് എന്ന അള്ളാഹുവിൻ്റെ മഹൽ പ്രയോഗമാണ് പഠന വിധേയമാക്കിയത്. അടിമ മോചനത്തിൻ്റെ വിഷയത്തിൽ സമ്പത്ത് വ്യയം ചെയ്യുന്ന പുണ്യാളനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കി. പുണ്യാളന്മാരുടെ ഗണം അല്ലെങ്കിൽ പുണ്യ പ്രവൃത്തികളുടെ ഗണം സാക്ഷാൽ പുണ്യത്തിൻ്റെ പരമ്പര അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർത്തുമ്പോൾ ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് വ അഖാമ സ്വലാത്ത വ ആത സക്ക എന്ന വചനമാണ്. വ അഖാമ സ്വലാത്ത്, നിസ്കാരം യഥാവിധമാക്കുകയും യഥാക്രമം നിർവഹിക്കുകയും ചെയ്തവൻ. വ ആത സക്ക, സക്കാത്ത് നൽകി വീട്ടുകയും ചെയ്തവൻ അവനാകുന്നു അൽബിർ. ഈ വാവ് വ അഖാമ സ്വല വ ആത സക്ക എന്നുള്ളിടത്തുള്ള വാവുൽ അത്ഫാണ്. അത് മടങ്ങുന്നത് വലാകിന്നൽ ബിർറ മൻ ആമന അവിടത്തേക്കാണ്. നമ്മൾ പറഞ്ഞു വലാകിന്നൽ ബിർ, യഥാർത്ഥ ബിർ മൻ ആമന, വിശ്വസിച്ചവൻ്റെ ബിറാണ്. അപ്പോൾ വലാകിന്നൽ ബിർറ മൻ അഖാമ സ്വല, നിസ്കാരം യഥാവിധം നിർവഹിച്ചവൻ്റെ ബിറാണ് യഥാർത്ഥ ബിർ. അല്ലെങ്കിൽ വലാകിന്നൽ ബിർ, ബിർ എന്ന് പറഞ്ഞാൽ അൽബാർ എന്ന അർത്ഥത്തിൽ പുണ്യാളൻ ആരാണ്? മൻ ആമന, വിശ്വസിച്ചവനാണെന്ന് പറഞ്ഞില്ലേ. അതേപോലെ മൻ അഖാമ സ്വല, നിസ്കാരം യഥാവിധമാക്കിയവനാണ്. വ ആത സക്ക, സക്കാത്ത് നൽകി വീട്ടുകയും ചെയ്തവനാണ്. ഇവിടെ വ അഖാമ സ്വല വ ആത സക്ക, ഈ രണ്ട് പ്രയോഗങ്ങളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. അതിൽ സലാത്തിൻ്റെ നിർവചനം അതൊക്കെ നമ്മൾ പഠിച്ചു പോയതാണ്. സക്കാത്തിൻ്റെ നിർവചനവും നമ്മൾ പഠിച്ചു. സലാത്ത് എന്നുള്ളത് അർത്ഥമാക്കുന്നത് അദ്ദുആ, പ്രാർത്ഥനയാണ്. സക്കാത്ത് അർത്ഥമാക്കുന്നത് അനുമൂവ്, വളർച്ച, അല്ലെങ്കിൽ അസ്സലാഹ്, അല്ലെങ്കിൽ അത്തഹാറ, ശുദ്ധി. നമ്മൾ പഠിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോൾ സലാത്ത് അർത്ഥമാക്കുന്നത് ദുആയിനെയാണ്. അതുകൊണ്ടാണ് വസല്ലി അലൈഹിം എന്നൊക്കെ പറഞ്ഞില്ലേ, അവരുടെ പേരിൽ ദുആ ചെയ്യാൻ പറഞ്ഞത്. പക്ഷേ ഭാഷാപരമായ ആ അർത്ഥം അതുതന്നെയാണ് സാങ്കേതികമായിട്ടും അത് തേടുന്നത്. നിസ്കാരം തക്ബീറത്തുൽ ഇഹ്റാമിൽ തുടങ്ങി സലാമിൽ അവസാനിക്കുന്ന ചില പ്രത്യേക പ്രവൃത്തികളും വാക്കുകളുമാണ് നിയ്യത്തോടു കൂടി അല്ലേ. നിസ്കാരത്തിൽ അതിൻ്റെ മജ്ജയും അതിൻ്റെ അസലും ദുആ ആണ്. അതേപോലെയാണ് സക്കാത്ത്. സക്കാത്ത് വളർച്ചയെയും പോഷിപ്പിനെയാണ് അറിയിക്കുന്നത്. നമ്മൾ സലാത്ത് എന്നാണ് എഴുതിയത്. ഇവിടെ ഉദ്ദേശം സലാഹ് എന്നാണ്. ഏതായാലും നുമു സലാഹ്, സക്കാത്ത് നൽകുമ്പോൾ ഒരു വ്യക്തിയുടെ സ്വഭാവം ഉണ്ടല്ലോ, ഖുലുഖ്, അയാളുടെ സ്വഭാവം മേന്മ കൂടുന്നു, നന്നാകുന്നു. അതേപോലെ തന്നെ അയാളുടെ സവാബ്, പ്രതിഫലം നന്നാകുന്നു, അത് മഹനീയമാകുന്നു. അതേപോലെ തന്നെ സക്കാത്ത് നൽകുന്ന ആളുടെ സ്വത്ത്, മാൽ, അതിൽ പോഷിപ്പ് വരുന്നു. ആ പോഷിപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വയർബു സദഖാത്ത് യംഹഖുല്ലാഹു റിബ, പലിശയെ അള്ളാഹു കെടുത്തും. വയർബു സദഖാത്ത്, സദഖാത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പോഷിപ്പിക്കും, വളർത്തും എന്ന് പറഞ്ഞില്ലേ. ഹദീസിൽ കാണാം, ഒരു കാരക്ക സദഖ നൽകുന്നവൻ്റെ ആ കാരക്ക അള്ളാഹു വലത് കൈയിൽ സ്വീകരിക്കും എന്നാണ്. എന്നിട്ട് ഹദീസിൻ്റെ പ്രയോജനം കാണാം ഫൈ റബ്ബിഹി എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ വളർത്തും, ആ ഒരു കാരക്കയെ വളർത്തും. കമാ യുറബ്ബി അഹദുക്കും ഫുലുവഹു, തങ്ങൾ ചിത്രീകരിക്കാൻ, നിങ്ങളിൽ ഒരാൾ, അയാൾക്കൊരു കുതിരക്കുഞ്ഞുണ്ട് എങ്കിൽ ആ കുഞ്ഞിനെ എങ്ങനെ ഓമനിച്ച് വളർത്തുമോ അതേപോലെ അള്ളാഹു സദഖയായി നൽകപ്പെട്ട ആ കാരക്കയെ സ്വർഗത്തിൽ അവനായി വളർത്തുമെന്നാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഈ വളർച്ച എന്നാണ് സക്കാത്തിൻ്റെ പദാർത്ഥം. അതുതന്നെയാണ് സാങ്കേതികമായിട്ടും അതിൻ്റെ ഒരു ഉദ്ദേശം. ഒരാൾ സക്കാത്ത് കൊടുക്കുമ്പോൾ അയാളുടെ സ്വത്തിൽ വളർച്ചയാണ്, അയാളുടെ പ്രതിഫലത്തിൽ വളർച്ചയാണ്, അയാളുടെ സ്വഭാവത്തിൽ വളർച്ചയാണ്. സക്കാത്ത് നൽകുമ്പോൾ നമുക്ക് അഭിവൃദ്ധി പല നിലക്ക് വരുന്നു. അതുകൊണ്ടാണ് പിന്നെ സക്കാത്ത് എന്ന പേരതിന് വന്നത്. ഈ വിഷയങ്ങളൊക്കെ നമ്മൾ മുമ്പ് മനസ്സിലാക്കി പോയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരു വ്യക്തി, അയാൾക്ക് പരിമിതമായ ഒട്ടകമാണ് ഉണ്ടായിരുന്നത്. ഒരു വയസ്സ് തികഞ്ഞ ഒരു ഒട്ടകക്കുട്ടിയെ, തെബിയോനെ അല്ലെങ്കിൽ ഒരു ബിന്ദു മഹാദിനെ സക്കാത്ത് നൽകാൻ വിധിക്കപ്പെട്ട ഒരു വ്യക്തി. അപ്പോൾ അയാൾക്ക് 25 ഒട്ടകങ്ങളാണ് അന്നുണ്ടായിരുന്ന സമ്പാദ്യം. പക്ഷേ അയാൾ സക്കാത്ത് നൽകി, വളരെ ആത്മാർത്ഥമായി മുന്തിയത് സക്കാത്തായിട്ട് നൽകി. അയാൾ ബിന്ദു മഹാദിൽ ഒരു വയസ്സ് തികഞ്ഞ് 2-ാം വയസ്സിലേക്ക് പ്രവേശിച്ച ഒട്ടകത്തിൽ പരിമിതപ്പെടുത്തിയില്ല. പിന്നെ അയാൾ വലിയൊരു കൊഴുത്ത ഒട്ടകത്തെ തന്നെ അയാൾ സക്കാത്ത് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക് വേണ്ടി ദുആ ചെയ്തു. തിരുവിയോഗശേഷം അയാളിൽ നിന്ന് സക്കാത്ത് സ്വീകരിച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 1500 ഒട്ടകമായിരുന്നു അയാൾക്ക് തിരുവിയോഗശേഷം സക്കാത്തായി വന്നത് എന്നാണ്. ഏതാനും വർഷങ്ങളെ പിന്നിട്ടുള്ളൂ ഈ 25 ഒട്ടകങ്ങൾ 1500 ഒട്ടകങ്ങളായി പോഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ അയാൾ 30 ഹുക്ക ഒട്ടകങ്ങളെ കൊടുത്തു എന്നാണ് സക്കാത്ത്. ഹുക്ക എന്ന് പറഞ്ഞെങ്കിൽ 3 വയസ്സ് തികഞ്ഞ് 4-ാം വയസ്സിലേക്ക് പ്രവേശിച്ച പെണ്ണൊട്ടകങ്ങൾ. അത് 30 സക്കാത്ത് കൊടുത്തു എന്നാണ്. അതിൻ്റെ കൂടെ ഒരു ഫഹലിനെയും ഇതിന് ഇണചേരാനുള്ള ഒരു കൂറ്റനെയും കൊടുത്തു എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു, ഹദീസുകളിൽ വായിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് സക്കാത്ത് അത് കുറവ് വരുത്തുന്ന വിഷയമല്ല, പിന്നെയോ അത് കൂട്ടുന്ന വിഷയമാണ്. എന്തായാലും ഈ പദപ്രയോഗം, അതിൻ്റെ അർത്ഥം, ഇതൊക്കെ നമ്മൾ കുറേ വിഷയങ്ങൾ പഠിച്ചു പോയതാണ്. ഇവിടെ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രയോഗങ്ങളെ ഈ രീതിയിൽ മനസ്സിലാക്കുക എന്നുള്ളതല്ല. പ്രത്യുത സൂറത്തുൽ ബഖറയിൽ തന്നെ ഇതിനു മുമ്പ് പലതവണ സലയും സക്കാത്തും വന്നിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് പല ആയത്തുകളിൽ. ഇത് നമ്മുടേത് ഇപ്പോൾ 177-ാം വചനമാണ്. 177-ാം വചനം. ഇതിനു മുമ്പ് നമ്മൾ സൂറത്തുൽ ബഖറയിൽ തന്നെ 43-ാം വചനം വ അഖീമുസ്സലാത്ത വ ആത്തുസ്സക്ക. ഇവിടെ നോക്കി നിങ്ങൾ, അഖീമു എന്ന് പ്രയോഗിച്ചു, അതേപോലെ തന്നെ വ ആത്തുസ്സക്കാത്ത എന്ന് പ്രയോഗിച്ചു. നിസ്കാരം യഥാവിധം നിർവഹിക്കുക, സക്കാത്ത് നൽകുക എന്നുള്ള വിഷയത്തിൽ നിസ്കാരം പറഞ്ഞു, സക്കാത്ത് പറഞ്ഞു. നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ വ അഖീമു, സക്കാത്തിൻ്റെ വിഷയത്തിൽ വ ആത്തു. മറ്റൊരായത്തിൽ നമ്മൾ 43-ാം വചനം, ഇനി 83-ാം വചനം, അവിടെ ഇതേപോലെ തന്നെ വ അഖീമുസ്സലാ വ ആത്തുസ്സക്ക. നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു, സക്കാത്തിനെ കുറിച്ച് പറഞ്ഞു. നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ വ അഖീമു, സക്കാത്തിൻ്റെ വിഷയത്തിൽ വ ആത്തു. ഇതേപോലെ 110-ാം വചനം, അവിടെയും സെയിം ഒരേപോലെ വ അഖീമുസ്സലാ വ ആത്തുസ്സക്ക. നിസ്കാരത്തെക്കുറിച്ച് വ അഖീമു, പിന്നെ തുടർന്ന് സക്കാത്തിനെ കുറിച്ച് പറഞ്ഞു വ ആത്തുസ്സക്ക. ഇത് 110-ാം വചനം. ഇതിനെ തുടർന്നാണ് ഇനി ഇതേ പ്രയോഗം പറഞ്ഞ നമ്മളുടെ 177-ാം വചനം. അതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ സൂറത്തുൽ ബഖറയിൽ നമ്മൾ പഠിച്ചു പോയതാണ്. ഈ 3 വചനങ്ങൾ 177-ാം വചനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി സൂറത്തുൽ ബഖറയിൽ തന്നെ നമുക്ക് ഇതേപോലൊരു ആയത്ത് വരും. സൂറത്തുൽ ബഖറയിൽ തന്നെ വരും. ആ വചനം 277-ാം വചനമാണ്. ഇപ്പോൾ നമ്മളുള്ളത് 177, ഇത് 277. ആ വചനത്തിൽ അതേപോലെ ഇന്നല്ലദീന ആമനു വ അമിലുസ്സാലിഹാത്ത് വ അഖാമുസ്സലാത്ത വ ആത്തുസ്സക്ക. നോക്കൂ നിങ്ങൾ, വ അഖാമു അസ്സലാ വ ആത്തുസ്സക്ക. നിസ്കാരം, അതിൻ്റെ വിഷയത്തിൽ വ അഖാമു, സക്കാത്തിൻ്റെ വിഷയത്തിൽ വ ആത്തു. പിന്നെ സലയെക്കുറിച്ച് പറഞ്ഞ ഉടൻ തന്നെ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ എന്തിനാണ് ഈ ഒരു കാര്യം ഇവിടെ പ്രത്യേകം ആയത്തുകളെ എടുത്തിട്ട് നിങ്ങളുടെ ഓർമ്മയിലേക്ക് നമ്മൾ പഠിച്ചു പോയ വചനങ്ങളെ കൊണ്ടുവന്ന് ഈ ഒരു വിഷയം പറയുന്നത്? നിസ്കാരവും സക്കാത്തും വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടതിനെക്കുറിച്ച് മനസ്സിലാക്കാനും നിസ്കാരത്തിൻ്റെ പ്രാധാന്യം അതേപോലെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ് സക്കാത്ത് എന്നതിനെ ബോധ്യപ്പെടാനും വേണ്ടിയാണ്. ചിലതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇവിടെ നമ്മൾ ഈ സ്ക്രീനിൽ നമ്മൾ എഴുതി പഠിക്കുകയാണല്ലോ. അപ്പോൾ അതൊന്നുകൂടി
ഉണർത്തുകയാണ്. സൂറത്തുൽ ബഖറയിൽ തന്നെ 5 ആയത്തുകളിൽ 43, 83, 110, 177 പിന്നെ 277 5 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സലാത്തിൻ്റെ ഖരീനത്താണ് സക്കാത്ത്. സലാത്തിനോട് ചേർത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്തിനെ പറഞ്ഞു. ഈ ചേർത്ത് പറച്ചിൽ അറിയിക്കുന്നത് എന്താണ്? ഇത് ഇവിടെ മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ 26 സ്ഥലങ്ങളിൽ ഒരേ വചനത്തിൽ ഒരേ സൂക്തം ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ സലാത്തിനെയും സക്കാത്തിനെയും പറഞ്ഞിട്ടുണ്ട്. 26 ആയത്തുകളിൽ ഒരൊറ്റ വചനത്തിൽ ഈ ചേർത്ത് പറച്ചിലുണ്ടായിട്ടുണ്ട്. ഒരിടത്ത് തൊട്ടടുത്ത ആയത്തുകളിൽ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ. അവിടെ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവിടെ സലാത്തിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഒരായത്ത് കഴിഞ്ഞിട്ട് വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ. ഇവിടെ ഒരേ സ്ഥലത്ത് പക്ഷേ 2 ആയത്തുകളിൽ 26 സ്ഥലങ്ങളിൽ ഒരേ ആയത്തിൽ സലാത്തിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ സക്കാത്ത് എന്ന് പ്രയോഗം 30 തവണയാണ് വന്നത്. ആ 30 തവണയിൽ 27 തവണയും സക്കാത്ത് പറയപ്പെട്ടത് സലാത്തിനോടൊപ്പമാണ്. 27 തവണയും നമ്മൾ കേട്ട പോലെ 3 സ്ഥലങ്ങളിൽ മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്ത് മാത്രം പറഞ്ഞു. സൂറത്ത് അറാഫിൽ വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയുഅ്തൂന അസ്സകാത വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ. അതേപോലെ മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വമാ ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ് ഫഉലൈക ഹുമുൽ മുദ്ഇഫൂൻ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വവൈലുൽ ലിൽ മുശ്രിക്കീന അല്ലദീന ലാ യുഅ്തൂന അസ്സകാ വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ എന്ന് പറഞ്ഞു. ഈ 3 സ്ഥലങ്ങളിൽ സക്കാത്ത്, അവിടെ സലാത്ത് പരാമർശിച്ചിട്ടില്ല, സക്കാത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മൊത്തം സക്കാത്ത് പറഞ്ഞെടുത്ത് 30 സ്ഥലങ്ങളിൽ 27 സ്ഥലത്തും സക്കാത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സലാത്തിനോട് ഖരീനത്തായിട്ടാണ്, ചേർന്നാണ്. എന്തിനാണ് ഞാൻ ഈ ഒരു കണക്ക് ഇങ്ങനെ ഇവിടെ ഉണർത്തിയത്? ആളുകൾ സലാത്തിന് അതിൻ്റെ പ്രാധാന്യം കാണും. സലാത്ത്, നിസ്കാരം, അതില്ലാത്തവന് നിസ്കാരമില്ല, അതൊക്കെ ശരി തന്നെയാണ്. ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം സലാത്ത്, നിസ്കാരമാണ്. നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ മണ്ണിൽ നിന്ന് വിണ്ണിലേക്ക് ഉയർത്തി തന്നിലേക്ക് അടുപ്പിച്ച് അവിടെ വെച്ച് ശറഅാക്കിയ പുണ്യ ഇബാദത്താണ് സലാത്ത്. ആദ്യമായി പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്ന അമലാണ് സലാത്ത്. ലാ ഹദ്ദ ഫിൽ ഇസ്ലാമി ലിമൻ തറക സലാത്ത്, നിസ്കാരം ഉപേക്ഷിക്കുന്നവന് ഇസ്ലാമിൽ ഒരു വിഹിതവുമില്ല. ഇതൊക്കെ ദീനിൻ്റെ അധ്യാപനങ്ങളാണ്. നിസ്കാരമാണ് ഏറ്റവും മുഖ്യം, പ്രധാനം. നമ്മളും അവിശ്വാസികളും തിരിച്ചറിയാനുള്ള അടയാളം അൽ അഹദുല്ലദീ ബൈനന വ ബൈനഹും അസ്സല ഫമൻ തറകഹ ഫഖദ് കഫർ. നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ കുഫറിലായി എന്ന് പറഞ്ഞു. ആ മുസ്ലിമിനെയും വേർതിരിച്ചറിയാൻ അടയാളം അയാളുടെ നിസ്കാരമാണ് എന്ന് പറഞ്ഞു. നിസ്കാരത്തിൻ്റെ മഹത്വമാണ്, പ്രാധാന്യമാണ്, സ്ഥാനമാണത് അറിയിക്കുന്നത്. ഈ നിസ്കാരത്തോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ 27 ഇടങ്ങളിൽ ആരെ ചേർത്തത്? സക്കാത്തിനെ ചേർത്ത് പറഞ്ഞത്. അതറിയിക്കുന്നത് ഈ സക്കാത്തിൻ്റെ പ്രാധാന്യമാണ്, അതിൻ്റെ ഗൗരവമാണ്, അതിനുള്ള മഹത്വവും പ്രാധാന്യവുമാണ്. ഇത് വായിക്കാനാണ് ഞാൻ ഈ ഒരു വചനത്തെ ഇങ്ങനെ ഇവിടെ എഴുതിയത്. മറ്റൊന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത് സാക്ഷാൽ ബിർ, പുണ്യം. ആരുടെ പുണ്യമാണ്? വ അഖാമസ്സല, നിസ്കരിച്ചവൻ്റെ പുണ്യം എന്നല്ല, വസല്ല എന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. സല്ല എന്ന് പറഞ്ഞാൽ നിസ്കരിച്ചു, വസല്ല എന്നല്ല പറഞ്ഞത്, നിസ്കരിക്കുകയും ചെയ്തവൻ്റെ പുണ്യം എന്നല്ല പറഞ്ഞത്. പിന്നെയോ വ അഖാമസ്സല, നിസ്കാരം ഇഖാമത്ത് ചെയ്തവൻ, അതാണ് അള്ളാൻ്റെ പ്രയോഗം. നിസ്കാരം ഇഖാമത്ത് ചെയ്യുക. അഖാമ അതിൻ്റെ മസ്ദറാണ് ഇഖാമത്ത്. ഇഖാമത്ത് ശരിയാക്കലാണ്, നേരാവിധം ആക്കലാണ്, യഥാവിധം ചെയ്യലാണ്. വക്രമായത്, വളഞ്ഞത് നിവർത്തലാണ് ഇഖാമത്ത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വസല്ല എന്ന് പറയാതെ വ അഖാമസ്സല എന്ന് പറഞ്ഞു. നിസ്കാരം യഥാവിധം നിർവഹിക്കുകയും നേരായി നിർവഹിക്കുകയും
ചെയ്തവൻ്റെ പുണ്യമാണ് പുണ്യം എന്നാണ് പറയുന്നത്. അതിവിടെ മാത്രമല്ല, അപ്പം നമ്മൾ ഈ കൂർവ മനസ്സിലാക്കാൻ വേണ്ടി വന്ന ആയത്തുകളെ 43, 83, 110, 277 ഇതൊക്കെ കണ്ടല്ലോ. അതിലൊക്കെയും എന്താ പ്രയോഗം? വ അഖാമുസ്സല വ ആത്തുസ്സക, ഇങ്ങനെയല്ലേ നമ്മൾ വായിച്ചത്. സൂറത്തുൽ ബഖറൻ്റെ തുടക്കത്തിൽ നമ്മൾ മുത്തഖീങ്ങളെ വിശദീകരിച്ചപ്പോൾ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വ യുഖീമൂനസ്സല വ മിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ, അവിടെ വ യുഖീമൂനസ്സല വ യുസല്ലൂൻ എന്നല്ല, പിന്നെ വ യുഖീമൂനസ്സല എന്നാണ് പ്രയോഗിച്ചത്. എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പ്രയോഗിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് എന്തുകൊണ്ട് ഇങ്ങനെ കൽപ്പിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളിലും ഇങ്ങനെയാണ്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദത്തി അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വ ഇഖാമിസ്സല എന്നാണ് പ്രയോഗം. നിസ്കാരം നേരെ നിർവഹിക്കുക, യഥാവിധം നിർവഹിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ ഈ ഒരു ശരീഅത്തിൻ്റെ വിഷയം മാത്രമല്ല. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഖലീലുല്ലാഹ്, അദ്ദേഹത്തിൻ്റെ ദുആ എന്താ? വിശുദ്ധ ഖുർആൻ നമ്മൾ വായിക്കുന്നത് റബ്ബി ജഅൽനി മുഖീമസ്സല, റബ്ബെ നീ എന്നെ നിസ്കാരം യഥാവിധം നിർവഹിക്കുന്നവനാക്കണമേ, യഥാവിധം നിസ്കരിക്കുന്നവനാക്കണമേ എന്നാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ. അള്ളാഹു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് നേരിട്ട് സംവദിച്ചപ്പോൾ വ അഖീമിസ്സലാത ലിദിക്രി എന്നാണ് പറഞ്ഞത്. വ അഖീമിസ്സല, നിസ്കാരം യഥാവിധം നിർവഹിക്കുക എന്നാണ് പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ അഖീം ഇങ്ങനെയുള്ള കൽപ്പനകൾ, വൽ മുഖീമീനസ്സല, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തുക്കളെ പരിചയപ്പെടുത്തുമ്പോൾ അവരെക്കുറിച്ച് പറയുന്നത് വൽ മുസല്ലൂൻ എന്നല്ല, അല്ലെങ്കിൽ വൽ മുസല്ലീൻ എന്നല്ല, പിന്നെ വൽ മുഖീമീനസ്സല ഇങ്ങനെയാണ്. അപ്പോൾ ആ ഒരു വിഷയം ഇവിടെ നമ്മൾ പ്രത്യേകം വായിക്കാൻ, അതാണ് ഉദ്ദേശം. ഒരു ദിവസം നമ്മുടെ നിസ്കാരങ്ങൾ എത്രയാണ്? ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ അഖാമസ്സല എന്ന് പറയുമ്പോൾ നമുക്ക് നിസ്കാരം ഫർദായവയുണ്ട്, സലാത്തുൽ മക്തൂബ നിർബന്ധ നിസ്കാരങ്ങൾ. പിന്നെ നിസ്കാരങ്ങളിൽ നമുക്ക് റാത്തിബത്തായിട്ടുള്ള നിസ്കാരങ്ങളുണ്ട്. ഫർദ് നിസ്കാരങ്ങളുടെ മുമ്പും ശേഷവുമായിട്ട് നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ, സുബഹിൻ്റെ മുമ്പ് 2, ദുഹൂറിന് മുമ്പ് 4, ദുഹൂറിന് ശേഷം 2, മഗ്രിബിക്ക് ശേഷം 2, ഇശയ്ക്ക് ശേഷം 2, അതാണ് റാത്തിബത്തായ നിസ്കാരങ്ങൾ. നമുക്ക് ഇതര നവാഫിലുകളുണ്ട്, നാഫിലത്ത്, വിത്ർ നിസ്കാരം, ദുഹ നിസ്കാരം, അതേപോലെ മറ്റു ബാബൈനൽ അദാനൈൻ നിസല, ബാങ്കിൻ്റെയും ഇഖാമത്തിനും ഇടയിലുള്ള 2 റക്അത്ത് നിസ്കാരം, വുദു ചെയ്താലുള്ള നിസ്കാരം, അതേപോലെ അസറിന് മുമ്പുള്ള 4 റക്അത്ത് നിസ്കാരം, റഹിമല്ലാഹു റഅൻ സല്ല ഖബലൽ അസ്രി 4, അസറിന് മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കുന്നവർക്ക് അള്ളാഹിൻ്റെ റഹ്മത്ത് ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ ചില നിവേദനങ്ങളിൽ ദഖൽ ജന്ന, അങ്ങനെ നിസ്കരിക്കുന്നവൻ സ്വർഗത്തിൽ പോയി എന്നൊക്കെ പറയുന്ന നിസ്കാരങ്ങൾ, നവാഫിലുകൾ അതിൻ്റെ ഉദാഹരണമാണ്. ഈ നിസ്കാരങ്ങളൊക്കെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് നിസ്കാരം എന്ന് പറഞ്ഞില്ല, വ അഖാമസ്സല എന്ന് പറഞ്ഞത്. അസ്സല എന്ന് പറഞ്ഞെങ്കിൽ ഫർദ് നിസ്കാരവും റാത്തിബത്തായിട്ടുള്ള സുന്നത്ത് നിസ്കാരവും നാഫിലത്തായിട്ടുള്ള സുന്നത്ത് നിസ്കാരവും ഒക്കെ എല്ലാ നിസ്കാരവും പെട്ട്. ചില നിസ്കാരങ്ങളെക്കുറിച്ച് പറയും അത് ഫർദ് ഐനാണ്, ഫർദ് കിഫായയാണ്. ഫർദ് ഐൻ പിന്നെ ഫർദ് കിഫായ. ഫർദ് ഐൻ എന്ന് പറഞ്ഞെങ്കിൽ ഓരോ വ്യക്തികൾക്കും അവരുടെ മേൽ ബാധ്യതയായിട്ടുള്ള നിസ്കാരം, ദുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശ, സുബ്ഹി, ജുമുഅ, ഇങ്ങനെയുള്ള നിസ്കാരങ്ങൾ. ഫർദ് കിഫായ എന്ന് പറഞ്ഞെങ്കിൽ സമൂഹത്തിൽ ചിലർ നിസ്കരിച്ചാൽ എല്ലാവരും കുറ്റവിമുക്തരാകുന്ന വിധിയുള്ള നിസ്കാരങ്ങൾ. ഇപ്പോൾ അതിന് ഉദാഹരണമായിട്ട് പണ്ഡിതന്മാർ ജനാസ നിസ്കാരം പറയും. ജനാസ നിസ്കാരം ചിലർ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ബാധ്യതാമുക്തരായി, ആരും നിസ്കരിച്ചില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും. അതിനാണ് അങ്ങനത്തെ നിസ്കാരങ്ങൾക്കാണ് ഫർദ് കിഫായ എന്ന് പറയാം. നിസ്കാരം ഏതാകട്ടെ, നിസ്കരിക്കുമ്പോൾ നിസ്കാരം ഇഖാമത്ത് ചെയ്യപ്പെടണം എന്നുള്ളതാണ്. അതാണ് ഇവിടെ നമുക്ക് ഈ ഒരു സമയം പ്രത്യേകം നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു വിഷയം. എങ്ങനെയാണ് നിസ്കാരത്തിൻ്റെ ഇഖാമത്ത്, എപ്പോഴാണത് സാധ്യമാകുക? നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ, അതേപോലെ തന്നെ നിസ്കാരത്തിൻ്റെ റുക്നുകൾ, അതേപോലെ നിസ്കാരത്തിലെ വാജിബുകൾ, നമ്മൾ ഇതൊക്കെ പഠിച്ച് പ്രാവർത്തികമാക്കുമ്പോഴാണ് നിസ്കാരത്തിൽ ഇഖാമത്താവുക. അതേപോലെ തന്നെ നിസ്കാരത്തിൽ പറയപ്പെട്ട ഖുശൂ, ഭക്തി, അതേപോലെ തന്നെ നിസ്കാരത്തിൽ ഉണ്ടാകേണ്ട ഖുദൂ, ഭവ്യത, ഒതുക്കം, അതേപോലെ തന്നെ നിസ്കരിക്കുന്നവനുണ്ടാകേണ്ടതായ ഇഖ്ലാസ്, ആത്മാർത്ഥത, അള്ളാഹ്ക്ക് വേണ്ടി
അള്ളാഹുവിന് എന്നുള്ള ബോധത്തിൽ, അതാണല്ലോ ഇഹ്സാൻ, ഇതിനൊക്കെ ഉൾക്കൊള്ളുന്നതാണ്. നമ്മൾ അള്ളാഹിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മളെ കാണുന്നു എന്ന നിലക്കുള്ള പേടി, പ്രവൃത്തി, ഇബാദത്ത്, ഇതൊക്കെയാണ് നിസ്കാരം ഇഖാമത്തിന് അടിസ്ഥാനം, അത്യന്താപേക്ഷിതം. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ പലരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ അറിയില്ല. നിസ്കാരത്തിൻ്റെ റുക്കുനുകൾ വശമല്ല. ഷർത്തില്ല എങ്കിൽ നിസ്കാരം ഉണ്ടോ? യഥാർത്ഥത്തിൽ റുക്കിന് ഇല്ല എങ്കിൽ നിസ്കാരം ഉണ്ടാകുമോ? വാജിബുകൾ നഷ്ടപ്പെട്ടാൽ സഹ്വിൻ്റെ സുജൂദ് അത് പരിഹരിക്കും. പക്ഷേ ഷർത്തും റുക്കിനൊക്കെ യഥാവിധാകണ്ടേ നിസ്കാരത്തിൽ? അപ്പോൾ ഈ ഒരു വിഷയം അത് നമ്മൾ ശരിക്ക് പഠിക്കേണ്ടതും നിസ്കാരത്തിൽ സൂക്ഷിക്കേണ്ടതുമായിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോഴാണ് നമ്മൾ നിസ്കാരം യഥാവിധം നിർവഹിച്ചവരാവുക. അതില്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളോട് പറഞ്ഞില്ലേ, സല്ലി ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നീ മടങ്ങിപ്പോയി നിസ്കരിക്ക്, നീ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അയാൾ നിസ്കരിച്ചു. ഒരു വ്യക്തി വന്നു, അയാൾ നിസ്കാരം അയാളുടെ ഭാഷയിൽ നിർവഹിച്ചു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നിസ്കാരത്തിന് സാക്ഷിയായപ്പോൾ പറഞ്ഞത് മടങ്ങിപ്പോയിട്ട് നിസ്കരിക്കാനാണ്, നീ നിസ്കരിച്ചിട്ടില്ല എന്നാണ് അയാളോട് പറഞ്ഞത്. വീണ്ടും അയാൾ പോയിട്ട് അയാൾ ഉപരിപ്ലവമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി എന്നാണ് പറഞ്ഞത്. നീ പോയി നിസ്കരിക്ക്, നീ നിസ്കരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അയാൾ പഠിപ്പിച്ചു തരാൻ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഥാവിധം നിസ്കരിക്കാനുള്ള വഴി പറഞ്ഞു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ വിഷയം ഗൗരവമാണ്. ഉപരിപ്ലവമായിട്ട് നിസ്കരിക്കുകയാണെന്ന് കാണിച്ചാൽ പോരാ, യഥാവിധം നിസ്കാരം വരണം. അതിനെന്ത് വേണം? നമ്മൾ നിസ്കാരത്തിൻ്റെ വിഷയങ്ങൾ പഠിക്കണം. നിസ്കാരം നിയ്യത്തോട് കൂടിയിട്ട് തക്ബീറത്തിൽ ഇഹ്റാമിൽ തുടങ്ങിയ ചില പ്രവൃത്തികളാണ്, ചില മൊഴികളാണ്. ആ പ്രവൃത്തികളെന്ത്, ആ മൊഴികളെന്ത്, അത് നമ്മൾ ശരിക്ക് അതിൻ്റെ ആ കൃത്യതയിൽ പഠിക്കുക തന്നെ വേണം. അപ്പോഴാണ് നമ്മുടേത് നിസ്കാരം ഇഖാമത്ത് ചെയ്തതാവുക എന്നാണ് ഇവിടെ ഉണർത്താനുള്ളത്. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ ചില ഫുഖഹാക്കളത് 9 എണ്ണം എണ്ണി, റുക്കുനുകൾ 14 എണ്ണം എണ്ണി, വാജിബുകൾ 8 എണ്ണം എണ്ണി. പിന്നെ നിസ്കാരത്തിൻ്റെ സുനനുകളുണ്ട്, സുന്നത്തുകൾ. അത് അസുനൻ അൽ ഫിഅലിയ, പ്രവൃത്തിയാൽ നമ്മൾ ചെയ്യേണ്ട സുന്നത്തുകളുണ്ട്. അതേപോലെ തന്നെ സുനനുൽ ഖൗലിയ, വാക്കായിട്ട് നമ്മൾ ഉച്ചരിക്കേണ്ട, ചൊല്ലേണ്ട സുന്നത്തുകളുമുണ്ട്. സുന്നത്തുകൾ 2 രീതിയിലുണ്ട്, വാക്കായും പ്രവൃത്തിയായും നിർവഹിക്കപ്പെടേണ്ടവ. പക്ഷേ പ്രധാനം മുഖ്യവുമായിട്ടുള്ള വിഷയം എന്താണ്? ഈ ഷർത്തുകളും റുക്കുനുകളും വാജിബുകളുമാണ്. ഇസ്ലാം, അതേപോലെ തന്നെ ബുദ്ധി ഉണ്ടാവുക, വകതിരിവെത്തുക, തമ്മീസ്, അതേപോലെ തന്നെ റഫുൽ ഹദസ്, അശുദ്ധി, വലുതും ചെറുതും അത് പിന്നെ അതിൽ നിന്ന് ശുദ്ധമാവുക. പിന്നെ ഇസാലത്തുൻ നജാസ, നിസ്കരിക്കുന്നവൻ്റെ വസ്ത്രം, നിസ്കരിക്കുന്നവൻ്റെ ശരീരം, നിസ്കരിക്കുന്ന സ്ഥലം അത് നജസിൽ നിന്ന് മുക്തമാവുക, അത് നജസ് ഉണ്ടെങ്കിൽ പോക്കുക. നിസ്കരിക്കുന്നവൻ ഔറത്ത് മറക്കുക, ആണിനും പെണ്ണിനും പ്രത്യേകം ഔറത്താണ്, അത് മറക്കുക. ഖിബ്ലക്ക് അഭിമുഖമാവുക, നിസ്കരിക്കാനുള്ള സമയം ആവുക. പിന്നെ നിയ്യത്ത്, ഇങ്ങനെയുള്ള ഷർത്തുകൾ. അതേപോലെ തന്നെ നിസ്കാരത്തിൻ്റെ റുക്കുനുകൾ, കഴിവുള്ളവർ നിൽക്കുക, തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിക്കുക, സൂറത്തുൽ ഫാത്തിഹ ഓതുക, പിന്നെ റുക്കൂ ചെയ്യുക, റുക്കൂയിൽ നിന്ന് തല ഉയർത്തുക, ഇഅ്തിദാൽ ചെയ്യുക, പിന്നെ സുജൂദ് ചെയ്യുക, സുജൂദിൽ തല ഉയർത്തുക, എന്നിട്ട് സുജൂദുകൾക്കിടയിൽ ഇരിക്കുക. ക്രമപ്രകാരം ഓരോ കർമ്മങ്ങളും റുക്കുനുകളും നിർവഹിക്കുക. ഓരോ കർമ്മം ചെയ്യുമ്പോഴും അതിൽ അടക്കവും ഒതുക്കവും തുമനീനത്തുണ്ടാവുക. അതേപോലെ അവസാനത്തെ തശഹൂദിന് വേണ്ടി ഇരിക്കുക, അവസാനത്തെ തശഹൂദ് അത് നിർവഹിക്കുക. സലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നിർവഹിക്കുക, സലാം വീട്ടുക, 2 സലാം, ഇതൊക്കെയാണ് ഈ റുക്കുനുകൾ. അതേപോലെ വാജിബുകൾ, തക്ബീറത്തുൽ ഇഹ്റാം ഒഴിച്ചുള്ള ബാക്കി ഉള്ള തക്ബീറുകൾ, തക്ബീറാത്തുൽ ഇന്തിഖാൽ എന്ന് പറയും. നമ്മൾ റുക്കുവിലേക്ക് പോകുമ്പോഴുള്ള തക്ബീർ, സുജൂദിലേക്ക് പോകുമ്പോഴുള്ള തക്ബീർ, സുജൂദിൽ നിന്ന് തല ഉയർത്തുമ്പോഴുള്ള തക്ബീർ, ഇങ്ങനെയുള്ള തക്ബീറാത്തുൽ ഇന്തിഖാൽ. അതേപോലെ സമി അല്ലാഹു ലിമൻ ഹമീദ എന്ന് പറഞ്ഞ് തല ഉയർത്തൽ, റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറയൽ, റുക്കൂയിൽ സുബ്ഹാൻ റബ്ബിയൽ അദീം തസ്ബീഹ് ജല്ലൽ, സുജൂദിൽ സുബ്ഹാൻ റബ്ബിയൽ ആല തസ്ബീഹ് ജല്ലൽ, സുജൂദുകൾക്കിടയിലിരിക്കുമ്പോൾ റബ്ബി ഗഫിർലി എന്ന് ചെല്ലൽ. 2 തശഹുദുള്ള നിസ്കാരത്തിൽ 1-ാമത്തെ തശഹൂദ് അതിനുവേണ്ടി ഇരിക്കലും അതിൽ തശഹൂദ് നിർവഹിക്കലും, ഇതൊക്കെ നിസ്കാരത്തിൻ്റെ വാജിബുകൾ. ഏതായാലും ഞാനിവിടെ അത് സവിസ്തരം
എഴുതി പഠിപ്പിക്കുന്നില്ല. പക്ഷേ ഞാനത് ഓർമ്മയിലേക്ക് ഇടുകയാണ്. നമ്മളത് അത്യന്താപേക്ഷിതാണ് മനസ്സിലാക്കൽ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലൻ്റെ ഈ ആവർത്തിച്ചുള്ള പ്രയോഗം സൂറത്തുൽ ബഖറയിൽ തന്നെ നമ്മൾ എത്ര തവണയാണ് നിസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ യുഖീമൂന, അഖീമു, അഖാമ ഈ പ്രയോഗങ്ങൾ വായിച്ചത്. അപ്പോൾ അതെന്താണ് തേടുന്നത്? ഈ ആവർത്തനം എല്ലായിടത്തും ഇങ്ങനെ പറയുമ്പോൾ ആ പ്രയോഗം നമ്മളോട് പറയുന്നത് എന്താണ്? നിസ്കരിക്കാനല്ല കൽപ്പിക്കുന്നത്, പിന്നെയോ നിസ്കാരം യഥാവിധമാക്കുവാനാണ് കൽപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബോധനം എന്ത്? ഇത് നമ്മൾ മനസ്സിലാക്കാനാണ്. അങ്ങനെ നമ്മൾ നിസ്കരിക്കുമ്പോഴാണ് നിസ്കാരം വജുഇലത് ഖുർറത്തു ഐനി ഫിസ്സല എന്ന് പറഞ്ഞില്ലേ, നിസ്കാരത്തിലാണ് എൻ്റെ കൺകുളിർമ എന്ന് പറഞ്ഞില്ലേ. നിസ്കാരത്തിൻ്റെ ഫലം ഇവിടെ കിട്ടുക. നിസ്കാരം നമ്മുടേത് ഫലം കൊയ്യുന്ന നിസ്കാരം. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നീചവൃത്തികളെ വിലക്കുന്ന, തിന്മകളെ ചെറുക്കുന്ന മഹൽ കർമ്മമാണ് നിസ്കാരം. നിസ്കാരം നമ്മുടേത് അതിനുപയുക്തമാകൽ അപ്പോഴാണ്. നിസ്കാരക്കാർക്ക് വാഗ്ദാനം ചെയ്തത് നമുക്ക് ലഭ്യമാകുന്നതും അപ്പോഴാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം പറയുന്ന ഒരു വാക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രയോഗം വമിമ്മ യംബഗി അൻ യഅലം അന്ന സ്വലാത്ത അല്ലത്തി തഖിറു ബിഹൽ ഐൻ വ യത്മഇന്നു ബിഹൽ ഖൽബ് ഹിയ അല്ലത്തി തജ്മഉ സിത്തത്തു മശാഹിദ് എന്നാണ്. 6 മഷ്ഹദുകൾ സമ്മേളിച്ച നിസ്കാരമാണ് കണ്ണിന് കൺകുളിർമയും മനസ്സിന് സമാധാനവും കനിയുന്ന നിസ്കാരം എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് അറിയൽ അനിവാര്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. വമിമ്മ യംബഗി അൻ യഅലം, അറിയൽ അനിവാര്യമായ സംഗതമായ കാര്യങ്ങളിൽ പെട്ടതാണെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത്. കണ്ണിന് കുളിർമ കിട്ടണം, മനസ്സമാധാനം വേണം നിസ്കാരത്തിലൂടെ, അതിൽ 6 മഷ്ഹദുകൾ സമ്മേളിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് ആ 6 മഷ്ഹദിൽ അദ്ദേഹം സിത്തത്തു മഷാഹിദ് എന്ന് പറയണം. അദ്ദേഹം 6 മഷാഹിദ്. 1 അൽ ഇഖ്ലാസ്, 2 അസ്സിദ്ഖ്, 3 അൽ മുതാബഅ, 4 അൽ ഇഹ്സാൻ, 5 അൽ മിന്നത്ത്, 6 അത്തഖ്സീർ. ഈ 6 കാര്യങ്ങൾ. 6 ഇഖ്ലാസ്, നിസ്കാരത്തിൽ അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് അള്ളാഹ്ക്ക് മാത്രം എന്നുള്ള ആ ഭാവമാണ്. സിദ്ഖ്, നിസ്കരിക്കുന്നവൻ്റെ അകവും പുറവും അത് അള്ളാഹുവിന് ഒഴിഞ്ഞു വെക്കുക എന്ന് പറയില്ലേ. നമ്മൾ അള്ളാഹുമായിട്ട് സംസാരിക്കുന്നു, അള്ളാഹുമായിട്ട് സംവദിക്കുന്നു, അവനോട് കേഴുന്നു, അവനോട് മാത്രം, ആ ഒരു സത്യസന്ധത സിദ്ഖ്. പിന്നെ അൽ മുതാബഅ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മാതൃക പിൻപറ്റിയുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചതനുസരിച്ചുള്ള നിസ്കാരം. ഇഹ്സാൻ, അള്ളാഹു തന്നെ നിരീക്ഷിക്കുന്നു എന്ന ബോധത്തിൽ നിസ്കാരത്തിന് നിർവഹണം. ആരെയും കാണിക്കാനല്ല, ആരെങ്കിലും നിരീക്ഷിക്കുന്നു നോക്കുന്നു എന്നതിനാലല്ല, പിന്നെയോ അള്ളാഹുവിൻ്റെ നിരീക്ഷണം സദാ തനിക്ക് നേരെ എന്നുള്ള ആ ഭാവത്തിലുള്ള നിസ്കാരം. പിന്നെ അൽ മിന്നത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ നിസ്കരിക്കുന്നത് അള്ളാഹുവിൻ്റെ കനിവ് കൊണ്ടും അള്ളാഹിൻ്റെ കാരുണ്യം കൊണ്ടുമാണ്. പടച്ചോൻ ഉദവി നൽകിയതിനാൽ, തുറവിയേകിയതിനാലാണ് പടച്ചോൻ്റെ മുമ്പിൽ കൈകെട്ടാൻ എനിക്കൊരു അവസരം ഉണ്ടായത്. ഇത് പടച്ചോൻ്റെ കനിവാണ് എന്ന ആ ഒരു വിശ്വാസത്തിൽ, വിചാരത്തിൽ നിസ്കരിക്കുക. അതാണ് മിന്നത്ത്, അതിൻ്റെ ഉദ്ദേശം. പിന്നെ തക്സീർ, ഞാൻ എത്ര ചെയ്താലും നിർവഹിച്ചാലും നിസ്കരിച്ചാലും അനുഗ്രഹദാതാവായ അള്ളാഹുവിന് മുമ്പിൽ എൻ്റേത് പരിമിതമാണ്. ഞാൻ പോരായ്മയും കുറവുമുള്ളവനാണ്. അള്ളാഹുവിനോട് ഞാൻ അവൻ തന്നതിൽ 100ൽ 100 നന്ദി ഉള്ളവനല്ല, പോരായ്മയും വീഴ്ചയും ഉള്ളവനാണ് എന്ന് അള്ളാഹ്ക്ക് സമ്മതിച്ചുകൊണ്ട് ഭവ്യമായി ഭയചകിതമായി നിർവഹണം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം ഈ ഒരു വിഷയം ഉണർത്തി. ഈ 6 മഷ്ഹദുകൾ, സാക്ഷ്യങ്ങൾ, ഇത് ഒരാളുടെ നിസ്കാരത്തിൽ ഉണ്ടാകുമ്പോഴാണ് അയാളുടെ നിസ്കാരം കൺകുളിർക്കാനും ഖൽബ് സമാധാനം പൂർണ്ണമാകാനും കരണീയമാവുക എന്നുള്ളതാണ്.
ഈ പറഞ്ഞതിൻ്റെ മറ്റൊരു ഭാഷയാണിത്. നമ്മൾ യഥാവിധം നിസ്കരിക്കാൻ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ അത് പല പ്രയോഗങ്ങളിലൂടെ പണ്ഡിതന്മാർ ആവിഷ്കരിച്ചു ഉണർത്തി എന്നുള്ളതാണ്. ഏതായാലും ഞാനിവിടെ നമ്മുടെ വിഷയം വ അഖാമ സല വ ആത സക്ക, സലാത്ത് നിർവഹിക്കുകയും യഥാവിധം നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്തവൻ അവൻ്റെ പുണ്യമാണ് യഥാർത്ഥ പുണ്യം, ബിർറ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തവനാണ് യഥാർത്ഥ പുണ്യവാൻ, യഥാർത്ഥ ബിർറ്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുന്നത്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് വൽ മൂഫൂന ബി അഹ്ദിഹിം ഇദാ ആഹദു എന്ന് തുടങ്ങിയുള്ള യഥാർത്ഥ ബിർറിൻ്റെ മറ്റു ചില നിർവചനങ്ങളാണ്. അടുത്ത എപ്പിസോഡിൽ ബിഇദ്നില്ലാഹ് അത് കരാറ് പാലനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു മഹനീയ വിഷയമാണ്. നമുക്ക് തുടർന്ന് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.